തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എത്തിസലാത്ത് അക്കാദമി. ഹലോ, അരുന്ധതി ചേച്ചി. ഓ, ഞാനിന്ന് അയൽക്കൂട്ടത്തിൽ വരത്തില്ല ചേച്ചി. എൻ്റെ അനിയനെ അങ്ങ് UK വരുവാ. ഓ, അച്ഛൻ മരിച്ചപ്പോൾ അവന് വരാൻ പറ്റിയില്ലല്ലോ ചേച്ചി. അത് കാരണം അവന് കർമ്മങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. അത് കാരണം അവന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അച്ഛൻ സ്വപ്നത്തിൽ വന്ന് അവനോട് പറയുവാ, അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ യഥാവധി നടത്തണം, എങ്കിലേ അച്ഛന് ശാന്തി ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവൻ UK വരുവാ. ചേച്ചി UK അല്ലേ? ഞാൻ ഓക്കെയാ. അതല്ല, ചേച്ചി ഓക്കെ അല്ലേ? അവന് UK ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ. ഓ, ഇതിനേക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്നൊരു പാട്. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ ചേച്ചി, നമ്മുടെ അച്ഛനെത്തി ചേച്ചി. നമ്മുടെ അച്ഛൻ കടിച്ചു തിന്നോ പാവത്തിന്? പിന്നെ നമ്മുടെ അച്ഛൻ ഗും 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 നിലാപൊങ്കലായല്ലോ. എന്തോ പാട്ട് പാടുന്നേ? എടാ, എപ്പ ഞാൻ അച്ഛനെ ഓർത്ത് കരയോ അപ്പൊ ഈ പാട്ട് കേറിയേക്ക് വരുവാടാ. എവിടാ ചേച്ചി അച്ഛൻ? നമ്മുടെ അച്ഛൻ എവിടാ ചേച്ചി? നമ്മുടെ അച്ഛൻ. എടാ, നീ അച്ഛനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞപ്പോ നീ എന്തോ ചെയ്തത്? എന്റെ വാട്സപ്പിനകത്ത് കണ്ണീര് പറ്റിയൊരു മഞ്ഞ ലഡുവിന്റെ പടം അയച്ചു തന്നിരിക്കുന്നവൻ. കണ്ണീര് പറ്റിയ മഞ്ഞ ലഡു അല്ലത്. അയ്യോ, അതാണ് ഇമോജി. നമ്മുടെ അച്ഛൻ ഗും 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 നിലാപൊങ്കലായി. എപ്പ അച്ഛനെ ഓർത്ത് കയറണം അപ്പൊ ഈ പാട്ട് കയറി വരുവാടാ. എന്നാലും നമ്മുടെ അച്ഛനെ തെക്കേപ്പുറത്താ അടക്കിയത്. അപ്പോഴേ നമ്മുടെ ഈ ഹൈവേയുടെ ആൾക്കാർ ഇങ്ങോട്ട് വന്നായിരുന്നു. എന്നിട്ട് പറയുവാ, സെന്റിന് 7 ലക്ഷം രൂപ വെച്ച് തരാം, ഈ വീടും പുരയിടം അവർക്ക് കൊടുക്കാമോ എന്ന്. എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കുവോ? നമ്മുടെ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന മണ്ണല്ലേടാ. അതെ, നമുക്ക് 7 ലക്ഷം രൂപയാണ് വലുത്. നമ്മുടെ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന മണ്ണല്ലേ. ഞാനൊന്ന് കൊടുത്തില്ല. അതാ ചേച്ചി, നമുക്ക് രണ്ടുപേർക്കും അച്ഛൻ അതുപോലെ ജീവനായിരുന്നല്ലോ. പിന്നെ 2 മാസം കഴിഞ്ഞ് ഹൈവേക്കാർ വന്നായിരുന്നു. അമ്മ ഇങ്ങനെ പൈസ ആയിട്ട് നടക്കും. അവരെന്നോട് പറയുവാ, സെന്റിന് 9 ലക്ഷം രൂപ വെച്ച് തരാം, ഈ വീടും പറമ്പും കൊടുക്കാമോ എന്ന്. എന്നിട്ട് നമ്മുടെ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന മണ്ണല്ലേ. അതാണ് നമുക്കിപ്പോ വലുത്. 9 ലക്ഷം രൂപയല്ലേ. അതുകൊണ്ട് ഞാൻ അതൊക്കെ കൊടുത്ത്. അപ്പൊ അത് ശരി. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ അച്ഛനെ അടക്കിയേക്കുന്നത് ഈ നാഷണൽ ഹൈവേയുടെ സെന്ററിൽ. അങ്ങനെ ആയിപ്പോയി. എന്തായാലും നമ്മുടെ അച്ഛൻ എവിടാ ചേച്ചി? ഒന്ന് കാണിച്ചത്. നമ്മുടെ അച്ഛൻ അവിടെ മനസ്സിൽ എപ്പോഴും മന്ത്രാനുഭൂതിയ ഞാൻ ഉണരുമ്പോൾ ഇടനെഞ്ചിൽ നീന്നും. എന്തായി കാണിക്കുന്നത്? എന്റെ അച്ഛന്റെ ശവകുടീരത്തിൽ ഈ മകന്റെ അവസാനത്തെ കണ്ണീർ പുഷ്പാഞ്ജലി. എടാ, ഇത് ശവകുടീരമല്ല, പിന്നെ ഇത് റോഡിലെ ഹമ്പാണ്. അച്ഛൻ അടക്കേക്കുന്നുണ്ട് അപ്പുറത്താ. ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നില്ലേ? അയ്യോ ചേച്ചി, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ചേച്ചി? എന്താ ഇതിങ്ങനെ റോഡല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് കർമ്മം ചെയ്യുമ്പോ ഈ വണ്ടിയൊക്കെ ചീർപ്പാഞ്ഞ് വന്നാ എന്തോ ചെയ്യും? എടാ, അവര് ചേച്ചിയൊരു വഴികണ്ടത്തി വെച്ചിട്ടുണ്ട്. റോഡിന്റെ അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് പണി പുരോഗമിക്കുകയാണ്, വണ്ടികൾ വഴിതിരിച്ച് വിടുകയെന്ന്. ഓ, അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ വിഷയമില്ല. ആ ബോർഡ് കാണാതെ ഏതോ ഒരു പുല്ലം വന്നേക്കുവാ. ഒരു ഡ്യൂക്ക് ബൈക്ക് പോയതാ. പിന്നെ നീ നമ്മുടെ അച്ഛന്റെ കർമ്മങ്ങളൊക്കെ യഥാവിധി നടത്തണം. തീർച്ചയായും നമ്മുടെ അച്ഛൻ ഇവിടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ കർമ്മം നടത്തിയാലും അച്ഛന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ തോന്നുന്നില്ല ചേച്ചി. അതെന്താടാ? അച്ഛൻ ഉറങ്ങുമ്പോ ഹൈവേ കൂടെ വണ്ടിയൊക്കെ കീക്കി അടിച്ച് പോകുമല്ലേ. പിന്നെ കാരണം അച്ഛനൊന്ന് മയങ്ങി വരും, ഗുരുവായൂർ സൂപ്പർ ഫാസ്റ്റ് പോങ്ങി, പിന്നെ ഒന്ന് മയങ്ങി വരും, കാട്ടാക്കട സൂപ്പർ ഫാസ്റ്റ് പോങ്ങി, അങ്ങനെ പോവല്ലേ. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. എന്നാലും നമ്മുടെ അച്ഛൻ മരിച്ചു പോയില്ലേടാ. നമ്മുടെ അച്ഛൻ മരിച്ചാലും
എന്നും എന്റെ ഓർമ്മകളിലുണ്ടോ ചേച്ചി? കുഞ്ഞോനെ. എന്നും എന്റെ സ്വപ്നത്തിൽ വരും എന്റെ അച്ചാച്ചൻ. എന്നും സ്വപ്നത്തിൽ വരും. കാരണം ചോറുണ്ണാൻ എടുത്താൽ എന്റെ അച്ഛന്റെ മുഖം, ഒരു പഴം കഴിക്കാൻ എടുത്താൽ എന്റെ അച്ഛന്റെ മുഖം. നാട് നിൽക്കുന്ന അച്ചാച്ചൻ, ഇങ്ങോട്ടിരിക്കുന്ന അച്ചാച്ചൻ, ഇങ്ങോട്ട് അച്ചാച്ചൻ, നമ്മുടെ അച്ചാച്ചൻ. ഒരു ചീത്തപ്പനും കേൾപ്പിക്കാത്ത കുടുംബമായിരുന്നു. നീയായിട്ട് പേരദോഷം ഉണ്ടാക്കണല്ലേ? അങ്ങനല്ല, എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നേ ചേച്ചി. വിഷമിക്കണ്ട, നമ്മുടെ അച്ചാച്ചൻ മരിച്ചാലും AI-യുടെ സഹായത്തോടെ നമുക്ക് അച്ഛനെ കാണാൻ പറ്റും. അച്ഛൻ ജീവിച്ചിരുന്ന നമ്മൾ സിയുടെ സഹായത്തോടെ കണ്ടോണ്ടിരുന്നത്. അച്ഛൻ ജയിലിൽ കിടന്ന സമയത്ത് ജയിലിൽ കിടന്ന സമയത്ത് അന്ന് CI വേണമായിരുന്നു, നമുക്കിന്ന് AI മതി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛന് നമ്മളെ ഭയങ്കര സ്നേഹമായിരുന്നു. അതെ ചേച്ചി, ഓർമ്മയുണ്ടോ അത്? എല്ലാ ദിവസവും ജോലി കഴിയും വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് കയറി വരുമ്പോ അച്ചാച്ചന്റെ കയ്യിൽ പൈസ ഇല്ലേലും നമുക്ക് രണ്ടുപേർക്കും പാപ്പം മേടിച്ചോണ്ട് വരുമായിരുന്നു നമ്മുടെ അച്ചാച്ചൻ. പക്കുറിച്ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, അതല്ല ഞാൻ വിളിച്ചതാ. ആണോ? ഇങ്ങനെ പാപ്പം മേടിച്ചോണ്ട് വരുമായിരുന്നു നമ്മുടെ അച്ചാച്ചൻ. പിന്നെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം വരുമ്പോ എന്നെ അച്ചാച്ചൻ തോളെ കയറ്റിയിരുന്നു. എന്നിട്ട് വലത് കയ്യെ ചേച്ചിയും പിടിച്ചുകൊണ്ട് നമ്മളെ ഉത്സവം കാണിക്കാൻ കൊണ്ടുപോകും. എന്നിട്ട് ആനയമ്മയെ കാണിച്ചു തരുമായിരുന്നു അച്ചാച്ചൻ. മത്തയ്ക്കാവിനോട് മേടിച്ചു തരുമായിരുന്നു അച്ചാച്ചൻ. ഇങ്ങനെ അടിക്കുന്ന അമ്മാവനൂത്ത് മേടിച്ചു തരുമായിരുന്നു അച്ചാച്ചൻ. സത്യം പറഞ്ഞ നമ്മുടെ അച്ചാച്ചൻ ഇപ്പോഴും മരിക്കണ്ടായിരുന്നു. നിനക്ക് അച്ചാച്ചനോട് അത്ര സ്നേഹമല്ലേ? ഞാൻ അതുകൊണ്ടല്ല, പിന്നെ അതുകൊണ്ടല്ല ഈ 6 മലയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരുവാ ഞാൻ ഇത് കാണാൻ. മറ്റൊരു മെനക്കെട ഉണ്ടാക്കാനായിട്ട്. എടാ, നിന്നോട് ഈ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത്? നമ്മുടെ അച്ഛൻ നിനക്ക് നമ്മളെ പ്രഭാകരൻ തമ്പിയുടെ കശുവണ്ടി തോട്ടത്തിൽ നല്ല ഒന്നാം തരം ഒരു ജോലിക്ക് തന്നില്ലേ? എന്നിട്ട് നീ എന്തോന്നാ കാണിച്ചത്? നമ്മുടെ 90 വയസ്സുള്ള അപ്പൂപ്പനെ കൊണ്ട് നീ അവിടെ പണിക്ക് വിട്ടേക്കുന്നത്. അല്ല, അത് വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല അവിടുത്തെ പണി. ഈ പ്രഭാകരൻ മലയുടെ തോട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുക. അപ്പൊ ഈ ഏക്കർ കണക്കിന് തോട്ടത്തിൽ ഇങ്ങനെ പറങ്ങാണ്ട് വീണ് കിടക്കും. അപ്പൊ ഒരു ചാക്ക് വരും, നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്ന് ഓരോ പറങ്ങാണ്ട് എടുത്ത് ഇങ്ങനെ പോണം. നടുവേനയല്ലേ ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ അപ്പൂപ്പനെ ഏൽപ്പിച്ചത്. നിനക്ക് നടുവേന. അപ്പൊ 90 വയസ്സുള്ള അപ്പൂപ്പന്റെ കാര്യമോ? അപ്പൂപ്പൻ നോർമലി ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ പെറുക്കിയിട്ട് പോകാനായിട്ട് എളുപ്പമുണ്ട്, അതുകൊണ്ടാ. എന്നാലും ഇത് വല്ലാത്ത ചതിയായി പോയി ചേച്ചി. തിരക്കായിട്ട് നിൽക്കണം, കാരണം 2 മണിയുടെ ഫ്ലൈറ്റിൽ എനിക്ക് തിരിച്ചെനിക്ക് പോകേണ്ടതാണ്. കർമ്മി അർജന്റായിട്ട് വിളിക്കണം, ഈ ചെയ്തിട്ട് പോകണം തിരിച്ച്. എടാ, കർമ്മിയുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട. കർമ്മിക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആണോ? അത് നോക്കി ഇപ്പൊ ഇങ്ങോട്ട് വരും. അത് മതി. Turn left. Turn right. Turn left. You have reached your destination. റോഡാണല്ലോ, അവര് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ആയല്ലോ. ഹലോ, അച്ഛൻ മരിച്ചിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നോ? നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ലില്ല. പിന്നെന്തിനാ എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞാൻ അങ്ങനൊന്നും സംസാരിച്ചല്ല. എന്താ പോവല്ലേ? കർമ്മിയല്ലേ? നോം കർമ്മിയാണ്. എന്താ ഇനി നോമ 2 ശ്ലോകം തള്ളിത്തണമെന്നുണ്ടോ? അയ്യോ, ആ സംസാരം വേണ്ട. എന്നോട് ഫോണിൽ സംസാരിച്ചില്ലേ, അതുപോലെ സംസാരിച്ചാൽ മതി. എന്നാ ശരി, ബാ നമ്മൾ കർമ്മം നടക്കുന്നിടത്തോട്ട് പോകാം. എനിക്ക് രണ്ടാമതൊരു കർമ്മം കൂടി ഉള്ളത്. അവര് വരൂ. അവിടെ അല്ല, ഇവിടെയാ കർമ്മം നടക്കുക. കർമ്മം ചെയ്യുന്നത് ഞാനും ചേച്ചിയും മാത്രം. കാഴ്ചക്കാരായി ഇതിലെ പോകുന്ന സൂപ്പർ ഫാസ്റ്റിലെ സൈഡിലിരുന്ന് കാണുന്നവർ. ഇവിടെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ അച്ഛാ, കർമ്മം മാത്രം ആയിരിക്കില്ല ഞാൻ തന്നെ കൊണ്ട് ചെയ്യിക്കുക. ഇവിടെ എങ്ങനെയാണോ ഈ നാഷണൽ ഹൈവേയിൽ ഇരുന്ന് എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത്? അല്ല, അതായത് എന്ത് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ചാച്ചനെ വീട്ടിലാണ് അടക്കിയത്. അപ്പൊ ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലം ചോദിച്ചു വന്നപ്പോഴത്തേന് ഒരു 9 ലക്ഷം രൂപയ്ക്ക് ഈ മുതുക്ക് അറവാനെ അത് വിറ്റ്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ അച്ചാച്ചനെ ഇവിടെ ഐ സെന്ററിൽ ഇവിടെ അങ്ങനെ വന്ന ഒന്ന് കർമ്മം ചെയ്ത് തന്നിട്ട് പോണം. ഒരുപാട് സ്ഥലത്ത് ഞാൻ കർമ്മം ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് കർമ്മം ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. ചെലവുണ്ട്. ചെലവില്ല, ഞാൻ ചെയ്യത്തില്ല, ഞാൻ പോകും. ഈ കർമ്മം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് വന്ന് എന്നെ നെഞ്ചത്ത് കയറിയാ എന്തോ ചെയ്യും? തന്റെ കർമ്മം ഒന്നങ്ങ് വിചാരിക്കണം. ഒരു 5 മക്കളുള്ള ഒരുത്തനെ ഞാൻ, അത് മനസ്സിലാക്കണം. ഇയാളുടെ ദേഷ്യം കണ്ടാത്തൊന്നും ഞാൻ ഒപ്പിച്ചു വെച്ചാന്ന്. ഇയാൾ തന്നെ അല്ലേടോ, ഞാനാണോ? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ, ഞാൻ ആവശ്യം പോലെ പൈസ ചെയ്യില്ല. പൈസ തരാം. ചെയ്യില്ല. ഇല്ല. അങ്ങനെ പൈസ ഇട്ട് പോക്കെയായോ? എങ്ങനെ ഈ കർമ്മം പെട്ടെന്ന് തീർത്തു തരണം. കാരണം ഞാൻ ഒരു 5-6 ആഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ട് അതുപോലെ പ്രശ്നമാണ്. ഈ അച്ഛനെ സ്വപ്നം കാണുന്നതുകൊണ്ടാണോ ഉറങ്ങാൻ? അത് മാത്രമല്ല, ഞാൻ UK യിലായിരുന്ന സമയത്ത് ഒരു 3 ആഴ്ച മുമ്പ് എന്റെ ചെവിക്കകത്തൊരു ഉറുമ്പ് കയറിപ്പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ അടുക്കളയിൽ പോയി ഒരു ഉണ്ടശർക്കര എടുത്ത് ഈ ചെവിയുടെ അവിടെ കുണുക്ക് പോലെ ഇങ്ങനെ കെട്ടിയിട്ട്. അതെന്നാ? ഉണ്ടശർക്കര കണ്ടാ ഉറുമ്പ് വിടത്തില്ലല്ലോ, വന്ന് തിന്നിറങ്ങി അങ്ങ് പോയി. എന്തായാലും ഉറുമ്പ് വന്ന് തിന്നിട്ട് പോയല്ലോ. എവിടെ ചകലം കഴിയുമ്പോ കാണാം ആ ഉറുമ്പ് എന്ന് അതിന്റെ കൂട്ടുകാരെ ഉറുമ്പന്മാരെ വിളിച്ചോണ്ട് വരുവാ. വാടാ
അവന്റെ ചെറുക്കാത്ത കയറിയാ ഉണ്ട ശർക്കര കിട്ടുമെന്നും പറഞ്ഞു. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കുന്ന പോലെ പടപടാ കിടന്ന് അടിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് എങ്ങനെയും തീർത്ത് തരണം, അർജന്റായിട്ട് പോണതാ. 2 മണിക്കാണ് ഫ്ലൈറ്റ് തിരിച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, പോലെ വണ്ടി വന്ന് നെഞ്ചത്ത് കയറിയാലോ. കർമ്മം തുടങ്ങിയേക്കാം. പെട്ടെന്ന് വേണ്ട. അപ്പൊ ഒരു തോർത്തം കൊടുത്തോണ്ട് ഇങ്ങോട്ട് ഇരുന്നോളൂ. ഞാനോ? പിന്നെ ഞാനോ? തോർത്തെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഹൈവേ ആണ്, ഇവിടെ തോർത്തെടുത്തോണ്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക്. തോർത്തെടുത്താലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് വേറെ കൊണ്ടല്ല. ഞാൻ ആ തോർത്തെടുത്തോണ്ട് ഒറ്റ തോർത്തെടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഏതെങ്കിലും വണ്ടി വന്ന് പാസ് ചെയ്ത് കാറ്റടിച്ച് തോർത്തും കൊണ്ട് പോയാൽ നിസ്സാരക്കാരനല്ല, യുണൈറ്റഡ് കിങ്ഡമാണ്, ചെറിയ രാജ്യമല്ല. അത് ചിന്തിക്കും പ്ലീസ്, ഒഴിവാക്കണം. എന്താ കിങ്ഡമാണെന്ന് പറഞ്ഞാലും തോർത്തെടുക്കാതെ ഇരിക്കാൻ പറ്റില്ല. അല്ല, തോർത്തെടു, ഞാൻ വേണം ഇതിൽ പുറത്തു കൊടുത്തോളാം. പ്ലീസ് പുറത്തു കൊടുത്തോളാം. ഞാനല്ല അന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അച്ഛനൊക്കെയാണ്. മനസ്സിലായില്ല? കുഴപ്പമില്ല. ഞാനേ പുറത്തു കൊടുത്താ വലിയ വിഷയം. തോർത്തെടുത്തോ? ഇത് കൊടുത്തോണ്ട് വേണ്ട തോർത്ത് വിട്ടായിരുന്നു. തോർത്തെടുത്തോ? അതിന്റെ പുറത്ത് വേണ്ട വിട്ടായിരുന്നു. വേണ്ട, പുറത്ത് വേണ്ട, ശരിയാകത്തില്ല. എന്നാ ഷൂസ് ഊരിയിട്ട് ഇവിടെ വന്ന് മുട്ടയിരുന്നു. ഈ ഷൂവോ? വേണമെങ്കിൽ എന്റെ വിഗ് ഊരി വെക്കാം, എന്നാലും ഷൂസ് ഊരാൻ പറയില്ലേ പ്ലീസ്. ഷൂസ് ഊരണം കേട്ടോ. ഷൂസ് ഊരാൻ പറ്റില്ല. എന്റെ കർമ്മത്തെ ഷൂസ് ഊരാൻ പറ്റില്ല. എന്തോന്ന് പറഞ്ഞു കൊടുക്കും ഞങ്ങളെ. പറയുന്ന കേൾക്കും, എനിക്ക് ഷൂസ് ഊരാൻ പറ്റത്തില്ല. ഷൂസ് ഊരാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഷൂസ് ഊരിയാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. 6 ആഴ്ചയായിട്ട് കാലേ കിടക്കും. അതുകൊണ്ട് ഞാൻ ഉപദ്രവിക്കണം ഓർത്ത് പറയാം. അതുകൊണ്ടാണ്, അല്ലാതെ കർമ്മിക്കാം. അത് വേണം. ശരി, സമ്മതിച്ചു. അതൊന്നും വേണ്ട. അതെ, അച്ഛൻ മരിച്ചപ്പോ അച്ഛൻ ആരോടായിരുന്നു കൂടുതൽ സ്നേഹം? സഹോദരനോടായിരുന്നോ അതോ സഹോദരിയോടായിരുന്നു? സിസ്റ്ററിനോടായിരുന്നു. സിസ്റ്ററിനോടാണല്ലേ? ഈ സിസ്റ്റർ അല്ല, പിന്നെ ആശുപത്രിയിലെ മേരി സിസ്റ്റർ. ചാവുന്ന വരെ ഇങ്ങനെ സിസ്റ്ററെ നോക്കി വെള്ളം ഇറക്കി കിടക്കുമായിരുന്നു. ഞാൻ UK ഇരുന്ന് അറിഞ്ഞ ഞാൻ. അപ്പൊ അച്ഛൻ എങ്ങനെ മരിച്ചേ? അതെ, സ്വാഭാവികം മരണമായിരുന്നു. അപ്പൊ അമ്മയോ? സ്വാഭാവികമായും ജയിലിലാകുമല്ലോ. അതെങ്ങനെ? അച്ഛന്റെ കൈയിരിപ്പ് കിഴിച്ചു കളഞ്ഞ അങ്ങനെ തള്ള. അങ്ങനെ പറയരുത്. അപ്പൊ നമുക്ക് എന്തായാലും കർമ്മം അങ്ങ് തുടങ്ങാം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. കുടുംബത്തിൽ ചില അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അനർത്ഥങ്ങൾ സംഭവിച്ചോ? അതെ. സംഭവിച്ചെങ്കിൽ അത് പറയണം. ഇപ്പൊ നമുക്ക് പൂജയിൽ ചെയ്യാം. അതെ. എന്താ സംഭവിച്ച അനർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ തലമുറകളായിട്ട് മാറി കൈമാറി വന്നൊരു ഘടികാരം ഉണ്ടായിരുന്നേ. ഘടികാരം? അതായത് നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന് കൊടുക്കും. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ഒരു സിനിമയെ കണ്ടിട്ട് വരാം. എവിടെ പോവാ? ഇത് കൊറേ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അയ്യോ, അതല്ല, തലമുറ നീ മനസ്സിലാക്കണം, അതിന് വേണ്ടിട്ടാണ്. അപ്പൊ അപ്പൂപ്പന് കൊടുത്തു. അങ്ങനെ അപ്പൂപ്പൻ അത് അച്ഛന് കൊടുത്തു. എന്റെ ദൈവമേ, അച്ഛന്റെ ശ്വാസം ഇങ്ങനെ മുകളിലോട്ട് പോയതും പടയുന്ന കടികാരം അങ്ങ് നിലച്ചു. ആണോ? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? പ്രതിവിധി ഉണ്ട്. ഞാനേ നോക്കട്ടെ. പിന്നെ പേടിക്കണ്ട. പിടിക്ക. പൂജിച്ച ചെമ്പ് തകടാണോ? അല്ലല്ല, പിന്നെ ബാറ്ററിയാ. ആ ക്ലോക്കിൽ കൊണ്ടെടുക്കുക. ഇത്ര കാലമായിട്ട് ഓടിക്കൊണ്ടിരുന്ന 2 ബാറ്ററിയിൽ ഓടിക്കൊണ്ടിരുന്ന കടികാരം നിന്നു പോയെന്ന് പറഞ്ഞ് അന്ധവിശ്വാസം ആകാതെ നമ്മൾക്ക് കർമ്മം ചെയ്യാം. അപ്പൊ ഒരു പണി, മുട്ടയിലിരുന്നോളൂ. ഞാനോ? പിന്നെ ഞാനോ? എന്റെ മുട്ട് കളയ്ക്കാനൊക്കത്തില്ല. മുട്ട് മാറ്റി വെച്ചേക്കോതാ. അങ്ങനെ ഇത് ഒരു രീതി നടക്കും. മുട്ടയിലിരിക്കാതെ കർമ്മം ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങനെ വളയാൻ ഒരു നടക്കത്തില്ല. കൊരണ്ടി കിട്ടും. ഈ നാഷണൽ ഹൈവേ ഞാൻ കൊരണ്ടി എവിടെ ഉണ്ടാക്കാനോ? ഒരു ഹോളോ ബ്രിക്സ് കട്ട വെപ്പിക്കാം. പെണ്ണെടുക്ക ജോലി കിടന്നാ മതിയോ? ഇടക്കുന്നെങ്കിൽ കിടക്കാം. അതായാലും മതി. പിന്നെ ഞാൻ മടക്കാൻ എനിക്ക് എന്നാന്നറിയാം, മടക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നീ അങ്ങനെ മടക്കി കഴിയുമ്പോ ഇതുപോലെ ആവും. ഇപ്പൊ കാലുകട നാട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു ഗുരു ഇല്ലല്ലോ. കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഈ കമന്ന് നടന്ന് കാലാട്ടുമ്പോ ഭയങ്കര സുഖം എനിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കാലാട്ട് നടന്നപ്പോ ഇപ്പൊ എന്തോ മനസ്സിൽ വന്ന രൂപമെന്ന് ഞാൻ പറയട്ടെ? പറ. അമരത്തിലെ മാധു അശോകൻ. ഞാൻ ചുമ്മാന്ന് വെച്ചാ അശോകനല്ല. അപ്പൊ കർമ്മം നമുക്ക് തുടങ്ങാം. ദൈവമേ, വണ്ടിയൊന്നും വരല്ലേ. എന്തുണ്ട് വിശേഷം? എന്തുണ്ട്? അച്ഛനും കൂടെ ഉണ്ടായിരുന്നോ അതോ? ഞാന് കർമ്മം ചെയ്യുമ്പം റോഡിലാണോ സാഹസം കാണിക്കരുത്. മാറ്റാ. യുണൈറ്റഡ് കിങ്ഡമാണ്, കളിക്കല്ലേ. കിണ്ടത്തിൽ കൂടെ വണ്ടി ഞാൻ കയറ്റും. സൈഡ് കൂടെ പോ, ഉപദ്രവിക്കല്ലേ. ചെയ്യാനാ നോക്കണം. അതിലൂടെ ബോർഡ് ആരോ എടുത്ത് മാറ്റിയതാ. ഞാൻ ബോർഡ് വൈപ്പിക്കാം, ഒന്നുകൂടെ വൈപ്പിക്കാം. നമുക്ക് കർമ്മം തുടങ്ങാം. ദൈവമേ, ഇനിയും വണ്ടി വരുമോ ഈശ്വരാ? എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ അടി മുതല് മുടി വരെ മനസ്സിൽ വിചാരിക്കണം. അടി മുതല് മുടി വരെ മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് വേണം. എന്താ ചിരിക്കുന്നത്?
എന്റെ ഊപ്പാടൊന്നും വരൂല. ആന്നാ? അച്ഛന്റെ മുടിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ കൊയ്ത്ത് കഴിഞ്ഞ പാടം പോലെ കിടക്കുന്നത്. ഇനിയിപ്പൊ ഇങ്ങനെ പാടം ചിന്തിച്ചാലോ? ആണോ? കാച്ചില് പറിച്ചിട്ട പോലെ ഇരിക്കുക കായ്. പിന്നെ എനിക്ക് ചിരി. അങ്ങനൊന്നും പറയല്ലേ. പറ. ഗജാനനം ഭൂതഗണാതിസേവിതം പവിത്രജം ഭൂപതതാരപക്ഷിതും ആസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദമംഗജം. നീട്ടി പിടിച്ചാൽ പൈസ ഒന്നും കൊള്ളരുതില്ലേ? ഓക്കെ ഓക്കെ. ഇനി പുറകോട്ടിട്ടോളുക, പുറകോട്ടിട്ടോളുക. ഇനി കടലിൽ പോയി മുങ്ങി കുളിച്ചു വരിക. ആര്? നീന്തലറിയാത്ത എന്നെ കൊല്ലാനുള്ള പരിപാടിയാന്ന്. കടലിൽ പോയി മുങ്ങി കുളിച്ച് പറഞ്ഞ എന്നാലേ ഫലപ്രാപ്തി കിട്ടുള്ളൂ. അയ്യോ കടലുണ്ടെങ്കിലേ ഇവിടുന്ന് കുറെ കിലോമീറ്റർ പോകണം. അത് അങ്ങ് ചെല്ലാടത്തൊക്കെ പോകാം. എന്നാ പിന്നെ വല്ല കുളത്തിലും പോയി മുങ്ങി കുളിച്ച് വരിക. കുളമുണ്ടോ? കുളമുണ്ടോ? അയ്യോ ഇവിടെ ഈ സമീപ പ്രദേശത്ത് എങ്ങും ഒരു കുളമില്ല. ഫുള്ളായിട്ട് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ കുളത്തിലോ കടലിലോ മുങ്ങി കുളിച്ച് വരണം. ഈ പരേതിന് ആത്മാവിന് ശാന്തി കിട്ടണം. അന്നാണ് ഈ പരേതിന് ഇവിടെ ശാന്തിയായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ. പക്ഷെ ഇപ്പൊ ഫ്ലൈറ്റും പോകും. ഞാനിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? കിട്ടുക്കുന്ന ഒരു ഐഡിയ. ഈ പൂജിച്ച സാധനങ്ങളെല്ലാം ഞാൻ തിരുമേനെ തന്നു വിടാം. സൂക്ഷിച്ച് വീട്ടിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ ഞാൻ പിന്നെ ലീവ് എടുത്ത് വരാം. എന്താ കാര്യം? അപ്പൊ എന്തായാലും ഈ പുതിയ റോഡ് എന്തായാലും കട്ടറാകും, അവിടെ കുളമാകും. അപ്പൊ പിന്നെ ഈ കർമ്മം നടത്തി ആ കുളത്തിൽ അങ്ങ് മുങ്ങിയാ തീരാവുന്ന കേസല്ല ഉള്ളു. അത് ശരിയാവത്തില്ല, അത് ശരിയാവത്തില്ല, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതൊക്കെ ശരിയാവും. അതേ ശരിയാകൂ. കൂട്ടാ